ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? ഞാനിവിടെ എൻ്റെ കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെ ഒന്ന് വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ പൂച്ചയാണ് ഇട്ട് അതിൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് മരങ്ങളാണ്. ഇത് എൻ്റെ ഒരു മുള്ളൻ ചക്ക എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ തൈയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാലാപ്പാടി പറഞ്ഞിട്ടൊരു മാവുണ്ട്. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൽ വെച്ചതാണ് കേട്ടോ. ഒക്കെ അങ്ങനെ പിടിച്ച് വരുന്നുള്ളൂ. പിന്നെ ഇവിടെ കുരുമുളക്, ഇത് കുറേ കാലമായിട്ടുള്ള കേട്ടോ. നിറച്ച് കുരുമുളക് ഉണ്ടാവും കേട്ടോ. എപ്പോഴും എല്ലാ സമയത്തും ഉണ്ടാവുന്നതാണ് കേട്ടോ. അതിൻ്റെ സമയമൊന്നുമില്ല, എല്ലാ സമയത്തും നിറച്ചുണ്ടാവും. പിന്നെ ഇത് ഒരു ഫ്രൂട്ടിൻ്റെ തൈയാണ്. ബറാബ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടാണെന്നൊന്നും സംശയമുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു ഫ്രൂട്ടാണ്. പിന്നെ അത് തോന്നണം കേട്ടോ. പിന്നെ ഇവിടെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ബുഷ് ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഇതിന് നിറച്ച് ഓറഞ്ച് ചെറിയ നാരങ്ങളുണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ബേറാപ്പിൾ പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ടിൻ്റെ തൈയാണ് കേട്ടോ. ഇതിന്മേൽ നിറച്ച് പൂവിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അധികം ഒന്നായിട്ട് ഒരു 6 മാസം മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. നിറച്ച് പ്രാവശ്യം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്മേൽ വാങ്ങിയ ടൈമിലൊക്കെ പൂവും ഒരു ചെറിയ കായൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേറാപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് വഴുതനങ്ങയുടെ തൈകളുണ്ട് കേട്ടോ. വഴുതനങ്ങ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അമ്പാഴങ്ങത്തിൻ്റെ തൈയാണ് കേട്ടോ. അമ്പാഴങ്ങയുടെ ഈ പറയുന്ന പോലെ കുറച്ച് മുന്നേ മേടിച്ച് വെച്ചതാണ് കേട്ടോ. അതും വരുമ്പോൾ പൂവുണ്ടായിരുന്നു. ഇപ്പോൾ നിറച്ച് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇതധികം വലുതാവൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ ബുഷായിട്ട് അധികം ഉയരം വെക്കാത്തൊരു ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ പിടിച്ച് ലെവലായി വരുന്നുള്ള ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഓരോ ചെടികളും കൊമ്പുകൾ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. അതൊരു ചേച്ചി കുറഞ്ഞായിരുന്നാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് കറ്റാർ വാഴയുടെ തൈകളുണ്ട്. പിന്നെ അമരക്കായ അധികമൊന്നുമില്ല, കുറേശ്ശൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോളം 2-3 ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് കൂവ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കഴുങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് 6-7 കഴുങ്ങ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ കൊല്ലത്തിൽ വെച്ചതാട്ടോ. അപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക്. പിന്നെ എൻ്റെ പറമ്പിലേക്ക് വന്നാൽ നല്ല സന്തോഷം നമുക്ക്. ഇപ്പോൾ ഈ ചെടികളും ഈ കഴുങ്ങതൊക്കെ വെച്ച് കാണുമ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഉണ്ട്, അതൊക്കെ ഇപ്പോൾ പിടിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇഞ്ചി, മഞ്ഞൾ അങ്ങനെ. പിന്നെ കുറച്ച് പയറിൻ്റെ തൈകൾ, അതിങ്ങനെ താത്താടെ വീട്ടിൽ പോയപ്പോൾ താത്ത തന്നതാണ് കേട്ടോ. പിന്നെ ഞാനൊരു ബനാന മാംഗോ പറഞ്ഞിട്ട് ഒരു തൈയാണ് കേട്ടോ. ബനാന അത് വാങ്ങുമ്പോൾ പൂവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിറച്ച് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം അറിയുമോ. ഈ വാങ്ങിയിട്ട് അതുണ്ടായി കാണുമ്പോഴുള്ളൊരു സന്തോഷം വേറൊരു തന്നെയല്ലേ അല്ലേ. പിന്നെ ഇവിടെ കുറച്ച് അമരത്തൈകളുണ്ട് കേട്ടോ. അമരക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് മുളകിൻ്റെ, പിന്നെ ചിരവക്കായ വെച്ചിട്ട് കുറച്ചായി. അതിൻ്റെ തൈ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇതുവരെ പൂവിട്ടിട്ടുണ്ട്, ഇതുവരെ കായ്ച്ച് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ തക്കാളി പറഞ്ഞിട്ട് തക്കാളിയുടെ തൈയുണ്ട്. ചെറിയ തക്കാളിയുടെ തയ്യമ്മിലും അധികം കായ്ച്ചിട്ടൊന്നും കാണാനില്ല കേട്ടോ. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, ഒന്നും ഉണ്ടായിട്ട് കാണുന്നില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കുറച്ച് ചെടികളൊക്കെയാണ് ഇട്ടാണുള്ളത്. ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ ഈ ഒരു വീഡിയോസിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.